ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 2 ഇംഗ്ലീഷ് ലില്ലി ആൻഡ് ദ ബെയർ എന്ന ലെസനാണ്. നമുക്ക് ആദ്യമേ ഈ പാഠത്തിലേക്ക് കടക്കാം. ലില്ലി കുറച്ച് കളിപ്പാട്ടങ്ങളുടെ ഇടയിലിരുന്ന് കളിക്കുന്ന പിക്ചറാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്. നമുക്ക് പാഠം വായിക്കാം. ലില്ലി ഹാഡ് എ ടോയ്. ലില്ലിക്ക് ഒരു കളിപ്പാട്ടമുണ്ട്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. അതൊരു ഭംഗിയുള്ള ടെഡി ബെയറാണ്, ഒരു കരടിയുടെ പാവയാണ്. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. അതിൻ്റെ പേരെന്താണ്? ബെല്ല എന്നാണ് അതിൻ്റെ പേര്. ബെല്ല ഹാഡ് ഷൈനി ബ്ലൂ ഐസ്. ബെല്ലയ്ക്ക് നല്ല തിളങ്ങുന്ന നീല കണ്ണുകളാണ് ഉള്ളത്. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ് ആൻഡ് എ ബ്രൗൺ ടൈ. അതിന് ഒരു ചുവന്ന ക്യാപ്പും ചുവന്ന തൊപ്പിയും ഒരു ബ്രൗൺ ടൈയും ഉണ്ട്. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. ബെല്ലയ്ക്ക് ഒരു വൂപ്പ് വൂപ്പ് എന്ന സൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ബെല്ലയുടെ വയറിൽ നിൽക്കുമ്പോൾ ഒരു വൂപ്പ് വൂപ്പ് എന്ന സൗണ്ട് ഉണ്ടാക്കും. വൺ ഡേ ലില്ലി ഫൗണ്ട് ബെല്ല മിസ്സിങ്. ഒരു ദിവസം ബെല്ലയെ കാണാനില്ല. ലില്ലി നോക്കുമ്പോൾ എന്താണ്? ബെല്ലയെ കാണാനില്ല. ഷീ ഫെൽ സാഡ്. അവൾക്ക് ഭയങ്കര സങ്കടമായി ലില്ലിക്ക്. ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവെയർ. അവൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. സെർച്ച്ഡ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് അന്വേഷിക്കുക. ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. ലില്ലി പുറത്ത് ഗേറ്റിൻ്റെ അടുത്ത് എന്ത് കണ്ടു? റെഡ് ക്യാപ്പ് കിടക്കുന്നത് കണ്ടു, ബെല്ലയുടെ റെഡ് ക്യാപ്പ്. ഷീ സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ ദെയർ. അവിടെ അവളൊരു വലിയ കരടിയുടെ കാൽപ്പാടുകൾ കണ്ടു. ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. ഞാൻ എൻ്റെ ബെല്ലയെ കണ്ടുപിടിക്കണം. ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹെർ ബാഗ്. ലില്ലി കുറച്ച് ബണ്ണുകളും ഒരു ബോട്ടിൽ വെള്ളവും ബാഗിനകത്താക്കി. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫോർവേഡ് ഫോളോയിങ് ദ ഫുട് പ്രിൻറ്റ്സ്. അവൾ നടക്കാൻ തുടങ്ങി, ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് നടക്കാൻ തുടങ്ങി. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. ലില്ലി അടുത്തുള്ള ഒരു കാടിനടുത്തെത്തി. ഷീ സോ എ ബിഗ് ബെയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. അവളൊരു വലിയ കരടി ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കുന്നത് കണ്ടു. അണ്ടർ മീൻസ് താഴെ അല്ലെങ്കിൽ അടിയിൽ. ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു വലിയ കരടി ഇരിക്കുന്നത് കണ്ടു. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്. ബെല്ല അതിൻ്റെ കൈകളിലുണ്ട്. നമ്മുടെ കരടിയുടെ ടോയ് ഉണ്ടല്ലോ, ടോയ് ആ വലിയ കരടിയുടെ കയ്യിലുണ്ട്. ദാറ്റ്സ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്, ലില്ലി സെഡ്. അതെൻ്റെ ടെഡിയാണ്, അതെനിക്ക് തിരിച്ചു തരൂ, ലില്ലി പറഞ്ഞു. നോ, ദ ബെയർ ഗ്രൗൾഡ്. ഗ്രൗൾഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുരളുക എന്നാണ്. നോ എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞ് ആ വലിയ ബെയർ തിരിച്ച് ഗ്രൗൾ ചെയ്തു. ഗ്രൗൾ എന്ന് പറഞ്ഞാൽ മുരണ്ടു. ഐ വോണ്ട് മൈ ബെല്ല ബാക്ക്, ലില്ലി ഷൗട്ടഡ്. ലില്ലി ഒച്ചത്തിൽ പറയും, ഷൗട്ട് ചെയ്യും, ഒച്ചയുണ്ടാക്കും. എനിക്ക് എൻ്റെ ബെല്ലയെ തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട്. ഐ വോണ്ട് മൈ ബെല്ല ബാക്ക്, എനിക്ക് എൻ്റെ ബെല്ലയെ തിരിച്ചു വേണം. ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ. നിനക്ക് പറ്റുമെങ്കിൽ നീ ഇത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോളാൻ പറയും. ആരാണിത് പറയുന്നത്? ബെയർ പറയും. ആ കരടി, വലിയ കരടി പറയും, നിനക്ക് പറ്റുമെങ്കിൽ നീ ഇത് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ. ഐ വിൽ, ലില്ലി സെഡ് ബോൾഡ്ലി. ലില്ലി ധൈര്യത്തോടെ തിരിച്ചു പറയും, ഞാൻ എടുക്കും. ആർ യു സോ സ്ട്രോങ്? ദെൻ പ്രൂവ് ഇറ്റ്. നിനക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ അത് തെളിയിക്കൂ. ആരാ ഇത് പറയുന്നത്? ഇത് കരടിയാണ് പറയുന്നത്. നിനക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ ഇത് തെളിയിക്കും. ഷുവർ സെഡ് ലില്ലി. ലില്ലി അപ്പം എന്താ പറയണത്? തീർച്ചയായും ഞാനിത് തെളിയിക്കും, തീർച്ചയായും എന്ന് ലില്ലി പറയും. ദ ബെയർ ടുക്ക് എ സ്റ്റോൺ. കരടി ഒരു കല്ലെടുത്തു. ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. അവനത് ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ചു. ചതച്ചു, ചെറിയ കഷ്ണങ്ങളായി ചതച്ചു. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം, ക്യാൻ യു ഡു ദിസ്, ചലഞ്ച്ഡ് ദ ബെയർ. അപ്പോൾ ബെയർ പറയും, നോക്കൂ ഞാൻ എത്ര ശക്തനാണെന്ന്, നിനക്കിതുപോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്കാം. ഓഫ് കോഴ്സ് സെഡ് ലില്ലി. ലില്ലി എന്താ പറയണത് തിരിച്ച്? തീർച്ചയായും എനിക്ക് പറ്റും. ലില്ലി ഹാഡ് എൻ ഐഡിയ. ലില്ലിക്ക് അപ്പോൾ ഒരു ഐഡിയ തോന്നി. ഷീ ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. അവൾ എന്ത് ചെയ്യും? ഒരു ബണ്ണെടുക്കും, എന്നിട്ട് ആ ബണ്ണ് വെള്ളമൊഴിച്ച് നനയ്ക്കും. വെറ്റെന്ന് പറഞ്ഞാൽ നനച്ചു. സീക്രട്ട്ലി, ആരും കാണാതെ, ബെയർ കാണാതെ അത് സീക്രട്ടായിട്ട് നനച്ചു. ദെൻ ഷീ പ്രസ് ദ ബൺ വിത്ത് ഹെർ ഹാൻഡ്സ്. അവൾ ആ ബണ്ണ് അവളുടെ കൈ കൊണ്ട് പ്രസ് ചെയ്യും, അമയ്ക്കും, ഞെരുക്കും. സീക്രട്ട്ലി എന്ന് പറഞ്ഞാൽ ഷീ ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. അവളൊരു ബണ്ണെടുത്ത് ആരും കാണാതെ അത് നനച്ചു. ദെൻ ഷീ പ്രസ് ദ ബൺ വിത്ത് ഹെർ ഹാൻഡ്സ്. അവളുടെ രണ്ട് കൈകളും കൊണ്ട് അത് ഞെരിച്ചു, അത് പ്രസ് ചെയ്തു, ഞെരിച്ചമക്കി. വാട്ടർ ഡ്രിപ്പ് ഡൗൺ ഫ്രം ഇറ്റ്. വാട്ടർ താഴേക്ക് വീഴാൻ തുടങ്ങി.
ലുക്ക് ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ സെഡ് ലില്ലി. നോക്കൂ, എനിക്ക് വെള്ളം പുറത്തെടുക്കാൻ സാധിക്കും. കല്ലുകൾ പിഴിഞ്ഞ് വെള്ളം പുറത്തെടുക്കാൻ സാധിക്കും. ഓ ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ, ദ ബെയർ വണ്ടേർഡ്. ഓ ഇവൾ എന്നെക്കാട്ടിലും സ്ട്രോങ്ങറാണ്, ശക്തയാണ്. ബെയർ എന്തു പറ്റി? ബെയർ ആശ്ചര്യപ്പെട്ടു. അല്ലേ, ഇവളെ കല്ലിൽ നിന്ന് വെള്ളം എടുത്തു, അപ്പോൾ എന്നെക്കാളും സ്ട്രോങ് ആണെന്ന് ബെയർ വിചാരിച്ചു. The bear played another trick. The bear played another trick. He pointed to a large honeycomb on a rock. ബെയർ അപ്പോൾ അടുത്ത ട്രിക്ക് എടുത്തു, അടുത്ത കൗശലം പ്രയോഗിച്ചു. He pointed to a large honeycomb. ഒരു വലിയ തേനീച്ച കൂടിലേക്ക് ആണ് കാണിച്ചത്. ഓൺ എ റോക്ക്, ഒരു പാറയുടെ സൈഡിലുള്ള തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ തേനീച്ച കൂടിലേക്ക് കാണിച്ചു. ലുക്ക് ദിയർ, ബ്രിങ് ദറ്റ് ഹണികോം ടു മീ. ആ ഹണികോംബ് എനിക്ക് കൊണ്ടുതരൂ. നോക്കൂ, അവിടെ നോക്കൂ, ആ ഹണികോംബ് എനിക്ക് കൊണ്ടുതരൂ. ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് ദറ്റ് ടെഡി ബാക്ക്. നീ ജയിച്ചാൽ നിനക്ക് നിൻ്റെ ടെഡീനെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഒരു ഹണികോംബ് കാണിച്ചിട്ടാണ് പറയണത്, അത് എനിക്ക് എടുത്തു തരാൻ. ദാറ്റ് ഈസ് സോ സിമ്പിൾ സെഡ് ലില്ലി. ഓ ഇത് വളരെ എളുപ്പമാണ്, ഇത് സിമ്പിളാണ്, ഇത് വളരെ എളുപ്പമാണ്. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹെർ ബാഗ്. അവളുടെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കവണ എടുത്തു, പുറത്തെടുത്തു. സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കവണ, ക്യാറ്റ് ബെൽറ്റ് എന്നൊക്കെ നമ്മൾ പറയും ഇവിടെ. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണികോംബ്. അവൾ ഹണികോംബിലേക്ക് ഒരു കല്ലെടുത്ത് ഷോട്ട് ചെയ്തു പറഞ്ഞാൽ ആ സ്ലിംഗ് ഷോട്ടിൽ വെച്ചിട്ട് കല്ല് അതിലേക്ക് വിട്ടു. അതിനെ ലക്ഷ്യമാക്കി കല്ല് വലിച്ച് വിട്ടു. ദ ഹണികോംബ് ഫെൽ ഡൗൺ. ഹണികോംബ് എന്ത് സംഭവിച്ചു? ഹണികോംബിന് താഴെ വീണു. ഹണികോംബ് എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂട്, തേനീച്ചകളുടെ ആ തേനുകൾ നിറഞ്ഞിരിക്കുന്ന ആ കൂട് താഴേക്ക് വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. നല്ല മധുരമുള്ള തേന് അവിടെ മുഴുവൻ തെറിച്ചു. സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്, ആ പരിസരം മുഴുവൻ ഇങ്ങനെ ആ തേന് തെറിച്ചു വീണു. ഹുറേ ഹണി ബെയർ ത്രൂ ദ ടെഡി ബെയർ അവേ ആൻഡ് റഷ് ടുവേർഡ്സ് ദ ഹണി കോംബ്. ഈ തേന് കണ്ടപ്പോഴത്തേക്കും കരടി എന്ത് ചെയ്തു? ആ ടെഡി ബെയറിനെ എറിഞ്ഞു കളഞ്ഞിട്ട് വേഗം ഹണി കോമ്പിനടുത്തേക്ക് ഓടി തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. യു ആർ സ്ട്രോങ്ങർ ദാൻ മീ, ടേക്ക് യുവർ ടെഡി. നീ എന്നെക്കാട്ടിലും ശക്തനാണ്, നീ നിൻ്റെ ടെഡീനെ എടുത്തോളൂ, നിൻ്റെ കളിപ്പാട്ടത്തിന് നീ എടുത്തോളൂ, നിൻ്റെ ടെഡീനെ നീ എടുത്തോളൂ. ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി. ഈ തേനിന് നന്ദി, തേന് കൊടുത്തതിന് നന്ദിയും പറഞ്ഞിട്ടുണ്ട് ബെയർ. സെഡ് ദ ബെയർ. ലില്ലി ടുക്ക് ബെല്ല ആൻഡ് വെൻ ഹോം ഹാപ്പിലി. അപ്പോൾ ലില്ലി സന്തോഷത്തോടെ ബെല്ലേനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഇതാണ് കഥ. ഇനിയൊരു ആക്ടിവിറ്റി ഉണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് സെലക്ട് സെൻറ്റൻസസ് സ്യൂട്ടബിൾ ടു ദെം. റൈറ്റ് ദ സെൻറ്റൻസ് ഇൻ ബോക്സസ് ഗിവൻ. ഇപ്പോൾ നമുക്ക് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെ ആക്ടിവിറ്റിയാണ്? സെൻറ്റൻസസ്, കുറച്ച് സെൻറ്റൻസ് നമുക്ക് 6 സെൻറ്റൻസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ആ മാച്ചിങ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പിക്ചർ ലില്ലി സോ എ ബിഗ് ബെയർ അണ്ടർ എ ട്രീ എന്നാണ് ആദ്യത്തെ സെൻറ്റൻസിൻ്റെത്. രണ്ടാമത്തെ പിക്ചറിൻ്റെ സെൻറ്റൻസ് ലില്ലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ. ഒരു വലിയ കരടിയുടെ കാൽപ്പാടുകൾ കണ്ടു എന്നാണ് രണ്ടാമത്തെ പിക്ചറിൻ്റെ സെൻറ്റൻസ് വരിക. മൂന്നാമത്തെ പിക്ചർ ദ ബെയർ ക്രഷ് ദ സ്റ്റോൺ ഇൻ ടു പീസസ്. കരടി ആ കല്ല് കഷ്ണമാക്കി ഞെരിച്ചു കളഞ്ഞു, അതാണ് ആ പിക്ചർ. ലില്ലി ഷോട്ട് എ സ്റ്റോൺ അറ്റ് ദ ഹണികോംബ്. ലില്ലി ആ ഹണികോംബിലേക്ക്, തേനീച്ചക്കൂട്ടിലേക്ക് ഇട്ടു? ആ കല്ല് അടിച്ച് ഇട്ടു. ലില്ലി പ്രസ് ദ ബൺ. അടുത്ത പിക്ചർ ലില്ലി ആ ബണ്ണ് പ്രസ് ചെയ്ത് വെള്ളം വരുത്തുന്ന സീനാണ്. അപ്പോൾ ലില്ലി പ്രസ് ദ ബൺ, ആ സെൻറ്റൻസാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത സെൻറ്റൻസ് ഹണി കോംബ് ഫെൽ ഡൗൺ. ഹണി കോംബ് താഴെ വീണു. ആ തേനീച്ചക്കൂട്, തേനുകൾ നിറഞ്ഞിരിക്കുന്ന ആ തേനീച്ചക്കൂട് എന്ത് വെച്ച് താഴെ വീണു. ഇതാണ് ലാസ്റ്റ് പിക്ചർ. ഇതോടെ ഈ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ഇനി പൂപ്പേൽ ആക്ടിവിറ്റി നോക്കാം. നമ്മൾ പൂപ്പേലുള്ള ആക്ടിവിറ്റി 21 ആണ് ഇനി നോക്കുന്നത്. 52 പേജ് നമ്പർ. സി സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ലില്ലി ആൻഡ് ദ ബെയർ ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ യൂസിങ് ആരോ മാർക്സ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ലില്ലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബെയർ, ഇതാണ് ആദ്യത്തത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? ഷീ സോ എ ബെയർ ഇൻ ദ ഫോറസ്റ്റ്. ദ ബെയർ വാസ് ക്യാരിയിങ് ബെല്ല. ദ ബെയർ ചലഞ്ച്ഡ് ലില്ലി. Lily crushed the bun. Can you take the honeycomb?
The bear threw Bella and rushed towards the honeycomb. Take your teddy. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആ സ്റ്റോറിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഓർഡറാക്കി മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് മാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ നമുക്ക് പൂപ്പയിലുള്ളത്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.